Okay, so hi guys. My next question നോക്കാം longest repeating character replacement. So problem statement പറയുന്നത് you are given a string s and an integer k. You can choose any character of the string and change it to any other uppercase English character. You can perform this operation at most k times. Return the length of the longest substring containing the same letter you can get after performing the above operations. Okay, so ടെസ്റ്റ് കേസ് നോക്കുമ്പോൾ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ട് എ ബി ആൻഡ് കെ എന്ന് പറയുന്ന ഒരു നമ്പറും തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കെ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാം സച്ച് ദാറ്റ് എല്ലാ ക്യാരക്ടേഴ്സും സിമിലർ ആക്കാൻ. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം സിമിലർ ആക്കണമെങ്കിൽ ഈ ബിയും നമ്മൾ രണ്ട് എ ആക്കുവാണെങ്കിൽ എല്ലാം എ ആക്കാം. ഓക്കെ, അതേപോലെ നമുക്ക് അങ്ങനെയുള്ള ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് ആണ് നമുക്ക് തരേണ്ടത്. ചിലപ്പോൾ ഈ ഫുൾ സ്ട്രിങ്ങും പറ്റണമെന്നില്ല, ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പറ്റുന്നതിനുള്ള ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് ആണ്. ഇപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എ നോക്കുമ്പോഴത്തേക്ക് കെ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ഒരു സബ്സ്ട്രിങ്ങിൽ ഈ ബി നമ്മൾ റീപ്ലേസ് ചെയ്യണം. നമുക്ക് 4 ആണ് നമുക്ക് മാക്സിമം ആൻസർ എന്ന് കിട്ടുന്നത്. നമ്മൾ വേറെ ഇത് നോക്കിയാലും ഈ ബി ഇത് നോക്കിയാലും നമുക്ക് ഒരെണ്ണമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കെ ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ലോങ്ങസ്റ്റ് സ്ട്രിങ് നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതാണ് ഈ പ്രോബ്ലം പറയുന്നത്. സോ ഇതിന് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ആയിട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ കെ ഇങ്ങനെ നമുക്ക് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സബ്സ്ട്രിങ്ങും ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നോക്കുന്നത് എന്തായാലും ബ്രൂട്ട് ഫോഴ്സ് ആണെങ്കിൽ പോലും ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് എന്തായാലും പറ്റത്തില്ല. ആൻഡ് ഓരോ സബ്സ്ട്രിങ്ങും എടുത്ത് നമ്മൾ ഇതിങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഇൻഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ആണെങ്കിലും നമുക്ക് സ്ലൈഡിങ് വിൻഡോ ടെക്നിക്ക് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിലെ പോലെ നമുക്ക് സ്ലൈഡിങ് വിൻഡോ വെച്ച് തന്നെ നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് സ്ലൈഡിങ് വിൻഡോന്റെ കോൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ സ്ലൈഡിങ് വിൻഡോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഈ വിൻഡോ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആവാം, അല്ലെങ്കിൽ ഒരു അറേ ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട്, അതിൽ നമുക്ക് പല പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം, എ ബി സി ഡി അങ്ങനെ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ എഫ് വരെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഈ വിൻഡോയിൻ്റെ ഓരോരോ സ്ലൈഡിങ് കംപ്ലീറ്റ് ഇതിൻ്റെ ഓരോരോ വിൻഡോസ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ലൈഡിങ് വിൻഡോന്റെ കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഇനിഷ്യൽ ലെഫ്റ്റ് റൈറ്റ് ആണ് നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ഈ വിൻഡോനെ. നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പോയിന്റർ ടെക്നീക്ക് വെച്ചാണ് നമ്മൾ സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എയിൽ 2 പോയിന്റേഴ്സ് വെച്ചിട്ടുണ്ട്, ഐയും ജെയും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു പോയിന്റർ നമ്മൾ മൂവ് ചെയ്യും റൈറ്റിലോട്ട്. അപ്പോൾ ജെ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങുവാണ്. ഓക്കെ, ജെ അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഇവിടെ കൊണ്ടുവന്നു, പിന്നെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു, അങ്ങനെ മൂവ് ചെയ്ത് പോകും. അപ്പോൾ ഓരോ സമയവും നമ്മുടെ ഓരോ പ്രോബ്ലം അനുസരിച്ച് നമ്മൾ ഈ വിൻഡോ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഓരോരോ കണ്ടീഷൻസ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സബ്സ്ട്രിങ്സ് ആണ് വേണം. ഈ ഓരോ സ്ലൈഡിങ് വിൻഡോയിലും നമുക്ക് ഓരോ സബ്സ്ട്രിങ്സ് കിട്ടുകയും ചെയ്യും. ഓരോ ക്വസ്റ്റ്യൻസിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഈ വിൻഡോയിന്റെ വാലിഡിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വിൻഡോ വാലിഡ് ആവണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ വിൻഡോ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു വിൻഡോ വാലിഡ് ആണ്. എന്തുകൊണ്ട്? ഈ കെ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇത് നമുക്ക് മാറ്റാൻ പറ്റണം. അതായത് ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് നമുക്ക് എ ബി എ ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് വിൻഡോ. ഇപ്പൊ ഈ ഒരു സ്ട്രിങ് എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കറണ്ട് വിൻഡോ എന്ന് പറയുന്നതാണിത്. കെ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ കെ 1 ആയതുകൊണ്ട് നമുക്ക് ഈ ബി നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എ ആക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ വിൻഡോ വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഇത്രയും ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അതാണ്. ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഈ വിൻഡോ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകും. ഈ വാലിഡ് അല്ലാത്ത കേസ് വരുമ്പോഴത്തേക്ക് ഈ ലെഫ്റ്റ് പോയിന്റർ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. അതായത് വിൻഡോയിൽ നമ്മൾ ഷ്രിങ്ക് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് പോയിന്റേഴ്സ് നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുപോകും. എപ്പോഴെങ്കിലും വിൻഡോ ഇൻവാലിഡ് ആകുമ്പോൾ ലെഫ്റ്റ് പോയിന്റർ നമ്മൾ മൂവ് ചെയ്ത് വിൻഡോ ഷ്രിങ്ക് ചെയ്ത് വാലിഡ് കണ്ടീഷൻസിൽ നമ്മൾ
നമ്മുടെ ആൻസർ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ എടുക്കും. ഇവിടുത്തെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ ഉള്ള വാലിഡ് വിൻഡോസിന്റെ എല്ലാ ലെങ്ത്തും നമ്മൾ മാക്സിമം വേരിയബിൾ, ഒരു മാക്സിമം ആൻസർ വേരിയബിൾ വെച്ചിട്ട് നമ്മൾ അത് കമ്പയർ ചെയ്ത് അതിന്റെ മാക്സിമം നമ്മൾ റിട്ടേൺ ചെയ്യും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് എന്താണ്? നമ്മൾ പറഞ്ഞു സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്യണം. സോ സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്യുമ്പോഴും ഇതിന്റെ ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ഈ ലെഫ്റ്റ് ഇൻഡെക്സ് നമ്മൾ ഒരു ലൂപ്പ് റൺ ചെയ്തിട്ട്, ഈ ഔട്ടർ ഇൻഡെക്സ് നമ്മൾ ഒരു ലൂപ്പ് റൺ ചെയ്തിട്ട് ഇൻഡെക്സിന്റെ ഓരോ വാല്യൂവിനും നമുക്ക്, അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോ ഇവിടെ ഐയും ജെയും ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് വെക്കുന്നതെന്ന് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് വരുമ്പോഴത്തേക്ക് ജെ നമ്മൾ ഇവിടെ വെക്കും. ജെ നമ്മൾ നെക്സ്റ്റ് ഇൻഡെക്സിൽ വെച്ചിട്ട് ഐ ഇവിടെ വെച്ചിട്ട് ജെ നമ്മൾ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് എൻഡ് വരെ പോകും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഐ ഇവിടെ എത്തിയിട്ട് എൻ സ്ക്വയർ സൊല്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ നമ്മൾ എഴുതും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓരോ വിൻഡോയും എങ്ങനെയാണ് വാലിഡ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോയിൽ നമ്മൾ പറഞ്ഞ പോലെ വാലിഡ് കണ്ടീഷൻസിന് വേണ്ടി ഒരു ഫോർമുല ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടത്തെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കുറച്ച് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സൈസ് ഓഫ് ദ സ്ലൈഡിംഗ് വിൻഡോ, ഓക്കെ, സൈസ് എന്ന് പറയുന്ന സ്ലൈഡിംഗ് വിൻഡോന്റെ സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ജെ മൈനസ് ഐ പ്ലസ് 1, അതാണ് സൈസ് ഓഫ് ദ സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് എ പോയിന്റ് സ്ലൈഡിംഗ് വിൻഡോ ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പൊ ഇതാണ് ഐ, ഇതാണ് ജെ എങ്കിൽ ഈ ജെ മൈനസ് ഈ ഐ പ്ലസ് 1 ആണ് സൈസ് ഓഫ് ദ വിൻഡോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ വിൻഡോന്റെ സൈസ് എന്ന് പറയുന്നത്. സീറോ ബേസ്ഡ് ഇൻഡെക്സിങ് ആയതുകൊണ്ട് നമ്മൾ +1 കൂടെ കൊടുക്കണം. അപ്പോൾ വിൻഡോന്റെ സൈസ് കിട്ടാനുള്ള ഫോർമുല ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഫോർമുല. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ മാക്സിമം വിൻഡോ സൈസ് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഹാഷ് മാപ്പ് വെക്കും. ഓക്കെ, ഫ്രീക്വൻസിക്ക് വേണ്ടി ഒരു ഹാഷ് മാപ്പ് നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ എലമെന്റ്സിൽ കൂടെ ഐട്രേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ എന്റെ കൗണ്ടും വെക്കും, ബിന്റെ കൗണ്ടും വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ എലമെന്റ്സിൽ കൂടെ നമ്മൾ പോകുമ്പോഴും എന്റെ കൗണ്ട് നോക്കും. ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എ ആദ്യം 1 ആണ്, അപ്പോൾ എ 1 വെക്കും. അപ്പോ എ നമ്മൾ 1 എന്ന് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എനെ ഇൻക്രിമെന്റ് ചെയ്യും, 2 ആക്കും. പിന്നെ ബി വരെ ആണെങ്കിൽ ബി വരും, പിന്നെ ബിനെ 2 ആക്കും, പിന്നെ ബി 3 ആക്കും. അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് വെക്കും. ഓരോ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഫ്രീക്വൻസി കൗണ്ടും കിട്ടും. നമ്മൾ ആ ഫ്രീക്വൻസിന്റെ മാക്സ് ഫ്രീക്വൻസി കൗണ്ട് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മാക്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ വെക്കും. അത് വെച്ചിട്ട് ഈ ഫ്രീക്വൻസി കൗണ്ടിന്റെ മാക്സിമം വേരിയബിളും എടുക്കും. അപ്പോൾ നമുക്ക് മാക്സ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഇതും കിട്ടി. ഇനി നമ്മുടെ ഫോർമുല ഒരു വാലിഡ് വിൻഡോയിന് വേണ്ടി, വിൻഡോ വാലിഡ് ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുലയാണ് വേണ്ടത്. സൈസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ സ്ലൈഡിംഗ് വിൻഡോ മൈനസ് ഈ മാക്സ് ഫ്രീക്വൻസി. ഓക്കെ, മാക്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ വിൻഡോ ഈസ് വാലിഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. സൈസ് മൈനസ് മാക്സ് ഫ്രീക്വൻസി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ വിൻഡോ ഈസ് വാലിഡ്. ഓക്കെ, ഇത് നമുക്ക് കോഡ് ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പൊ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിന്റെ കോഡ് ഞാൻ എഴുതുന്നില്ല, നമുക്ക് ജസ്റ്റ് കോഡ് ഒന്ന് കാണാം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ റിസൾട്ട് ഇസ് ഈക്വൽ ടു ഫൈനൽ ആൻസറിന് വേണ്ടി ഒരു വേരിയബിൾ വെച്ചിരിക്കുന്നു. ഐ ലൂപ്പ് നമ്മൾ ഔട്ടർ ലൂപ്പിന് വേണ്ടി വെക്കുന്നു. ഒരു ഫ്രീക്വൻസിന് വേണ്ടി മാപ്പ് നമ്മൾ ഓരോ പ്രാവശ്യം ഈ മാപ്പ് ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് മാക്സ് ഫ്രീക്വൻസി എന്നൊരു വേരിയബിൾ വെക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഐന്റെ അതേ വാല്യൂന്ന് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നു എൻഡ് ഓഫ് ദ സ്ട്രിങ് വരെ. ഓരോ സമയം നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് എടുക്കുന്നു, നേരത്തെ പറഞ്ഞ മാക്സ് ഫ്രീക്വൻസി എടുക്കുന്നു. എന്നിട്ട് ഈ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. വിൻഡോ വാലിഡ് ആണോ എന്ന് നോക്കുന്നുണ്ട്. വിൻഡോ സൈസ് മൈനസ് മാക്സ് ഫ്രീക്വൻസി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ വിൻഡോ വാലിഡ് ആണ്. വിൻഡോ വാലിഡ് ആണെങ്കിൽ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തോട്ട് മാക്സിമം വാല്യൂ നമ്മൾ വെക്കുന്നു. വിൻഡോ സൈസ് ആണോ റിസൾട്ട് ആണോ അത് നമ്മൾ വെക്കുന്നു, നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് എൻ സ്ക്വയർ ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എം ആണ്, വേർ എം ഇസ് ദ നമ്പർ ഓഫ് യൂണിക് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് നമ്മൾ കണ്ട പോലെ അത്ര ഡിസൈറബിൾ സൊല്യൂഷൻ അല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്കൊന്ന് കോഡൊന്ന് കാണാം, എന്നിട്ട് ഇനി അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമ്മളിപ്പോൾ കണ്ടതുപോലെ നമുക്ക് 2 ലൂപ്പില്ലാതെ ഒരു ലൂപ്പിലാക്കാൻ പറ്റണം ആദ്യം. അതാണ് ഫസ്റ്റ് ഐഡിയ. അപ്പോൾ അതും സ്ലൈഡിംഗ് വിൻഡോ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ചെയ്തതിന് പകരം നമുക്ക് ഇനിഷ്യലി സ്ലൈഡിംഗ് വിൻഡോന്റെ 2 പോയിന്റേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒറ്റ ഇത് മാത്രം വെക്കാം, റൈറ്റ് മാത്രം മൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഡോട്ട് ലെങ്ത് ആൻഡ് റൈറ്റ് പ്ലസ് പ്ലസ്. ഇനി നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഈ റൈറ്റ് മൂവ് ചെയ്യുന്നതോളം നമുക്ക് ഇത് വേണം. ഓക്കെ, സോ നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റിന്റെ ഈ ഐട്രേഷനിൽ തന്നെ നമുക്ക് ഫുൾ സാധനങ്ങളും ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, വേറൊരു ലൂപ്പും വരാതെ ഇതിന്റെ അകത്തിന് നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഒരു മാക്സ് ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ കണ്ടപോലെ അതിനുവേണ്ടി നമുക്കൊരു ഫ്രീക്വൻസി മാപ്പിന് വേണ്ടി ഒരു മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് മാപ്പിലോട്ട് ഇതിനെ സെറ്റ് ചെയ്യണം. മാപ്പിലോട്ട് ആദ്യം മാപ്പ് ഡോട്ട് സെറ്റ് എസ് എഫ് ആർ. ഓക്കെ, എസ് എഫ് ആർ നമ്മുടെ ഈ എലമെന്റ് സ്ട്രിങ്ങിന്റെ റൈറ്റ് എലമെന്റും അതിന്റെ ഫ്രീക്വൻസി നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിന്റെ കൗണ്ട് എടുക്കുക 0 ആൻഡ് +1. നമ്മൾ നേരത്തെ എല്ലാ ക്വസ്റ്റ്യൻസിലും കണ്ടതാണ് ഈ ഫ്രീക്വൻസി മാപ്പ് എടുക്കുന്നത്. സോ ഫ്രീക്വൻസി മാപ്പ് എടുക്കുന്നു, നമ്മൾ റൈറ്റ് സ്ട്രിങ്ങിൽ അത് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മാക്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് വേറൊരു നമ്പർ ഉണ്ടെന്നും കൂടെ പറഞ്ഞു അല്ലേ. അപ്പോ നമുക്കത് ഇവിടെ സ്റ്റോർ ചെയ്യാം. എവിടെ സ്റ്റോർ ചെയ്താലും സെയിം ആണ്, പക്ഷെ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെ എഴുതിയത്. മാക്സ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു മാറ്റ് ഡോട്ട് മാക്സ് ഫ്രീക്വൻസി കോമ നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ R-L+1. ഓക്കെ, സോറി, മാക്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മാക്സ് ഫ്രീക്വൻസി കോമ നമുക്ക് മാക്സ് ഫ്രീക്വൻസി ആണ്. അപ്പൊ മാപ്പ് ഡോട്ട് ഗെറ്റ് എസ് എഫ് ആർ. നമ്മളിപ്പോ മാപ്പ് ഡോട്ട് ഗെറ്റ് എസ് എഫ് ആർ നമ്മൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തെങ്കിലും മാക്സ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ലൈക്ക് ആ എസ് എഫ് ആറിന്റെ മാക്സിമം കൗണ്ട് എത്രയാണോ അത് നമ്മൾ അവിടെ എടുത്ത് വെക്കുന്നു. ഇനി വിൻഡോ ഇൻവാലിഡ് ആവുന്ന കേസസിൽ നമുക്ക് വിൻഡോ ഷ്രിങ്ക് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഐഡിയ. അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ട ഒരു ഫോർമുല ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് എഴുതാം. അതായത് വിൻഡോ റൈറ്റ് -L+1 വിൻഡോ സൈസ് മൈനസ് മാക്സ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ കെ ആകുമ്പോഴത്തേക്ക് ഇത് ഇൻവാലിഡ് ആവും. നമുക്ക് ഇൻവാലിഡ് ആയിട്ടുള്ള കേസാണ് വേണ്ടത്. ലെസ് കെ ആകുമ്പോഴാണ് വിൻഡോ വാലിഡ് എന്ന് പറഞ്ഞു. അതിപ്പോ ഗ്രേറ്റർ ദാൻ കെ ആകുമ്പോൾ വിൻഡോ ഇൻവാലിഡ് ആയി. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻവാലിഡ് സ്ലൈഡിംഗ് വിൻഡോ കണ്ടീഷൻ ആണ്. ഓക്കെ, സ്ലൈഡിംഗ് വിൻഡോ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഷ്രിങ്ക് ചെയ്യുന്നു. അപ്പം ലെഫ്റ്റ് സൈഡ് ഷ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ മാപ്പ് ഡോട്ട് സെറ്റ് SFL എന്ന് പറയുന്നത് മാപ്പ് ഡോട്ട് ഗെറ്റ് SFL -1. ഓക്കെ, ആൻഡ് L++. അപ്പോൾ നമ്മൾ വിൻഡോ ഷ്രിങ്ക് ചെയ്തു. ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ വിൻഡോ ഷ്രിങ്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു റിസൾട്ട് വേരിയബിളും കൂടെ വെക്കണം. സോ റിസൾട്ട് വേരിയബിൾ 0 എന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഈസ് ഈക്വൽ ടു മാറ്റ് ഡോട്ട് മാക്സ് റിസൾട്ട് കോമ നമ്മുടെ വിൻഡോ സൈസ് R-L+1. അതായത് ഐഡിയലി നമ്മുടെ ആ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന സ്ലൈഡിങ് വിൻഡോ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൻഡോനെ ഇത് ചെയ്തു. ഇത് നമുക്ക് ഇഫ് വെക്കാൻ പറ്റില്ല, നമുക്ക് വൈലാണ് വെക്കേണ്ടത്. കാരണം എന്താണ്, ഈ ഒരു കണ്ടീഷൻ ഫോളോ ആവുന്നവരെ. ഓക്കെ, റിസൾട്ട് കിട്ടി. നമുക്ക് ഇന്ന് റിട്ടേൺ ചെയ്ത് നോക്കാം കോഡ് കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ R-L+1 മാക്സ് അല്ല, മാക്സ് ഫ്രീക്വൻസി ആണ്, വേരിയബിൾ നെയിമിങ്ങിന്റെ ഇഷ്യൂ ആണ്.
ഓക്കെ, സോ ഇത് സൊല്യൂഷൻ നമുക്ക് എല്ലാ ടെസ്റ്റ് കേസസും നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എന്താ കോഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത്. നമ്മളിവിടെ പറഞ്ഞായിരുന്നു നമുക്ക് ഒരു സ്ലൈഡിങ് വിൻഡോ ഉണ്ട്. ഓക്കെ, സോ നമുക്കൊരു സ്ലൈഡിങ് വിൻഡോ ഉണ്ട്. നമ്മൾ ഇവിടെ നമ്മൾ എല്ലാം വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എലമെന്റ്സ് എല്ലാം നമ്മളിവിടെ ഓരോന്നായിട്ട് എലമെന്റ്സ് എല്ലാം വെക്കുന്നു. സ്ലൈഡിങ് വിൻഡോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഓരോരോ എലമെന്റ്സ് വെക്കുന്നു. നമ്മൾ ഇവിടെ റൈറ്റ് പോയിന്ററും വെക്കുന്നു, ലെഫ്റ്റ് പോയിന്ററും വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് റൈറ്റ് പോയിന്റർ നമ്മൾ ഓരോന്നായിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അത് അത്രയാണ് ഈ ലൂപ്പ് ചെയ്യുന്നത്. റൈറ്റ് പോയിന്റേഴ്സ് ഓരോന്നായിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും ഇവിടെ ഇപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ റൈറ്റ് എത്തിയപ്പോഴത്തേക്കാണ് വിൻഡോ ഇൻവാലിഡ് ആയെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോർമുല കാരണം വിൻഡോ ഇൻവാലിഡ് ആവുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യുക. ഇത് ഇഫ് കണ്ടീഷൻ ഇടാൻ പറ്റില്ല, വൈൽ തന്നെ ആക്കണം. കാരണം എന്താണ്, ഇത് ഇൻവാലിഡ് ആയിരിക്കുന്നിടത്തോളം നമ്മൾ ലെഫ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രീക്വൻസി മാപ്പിൽ നിന്ന് ഫ്രീക്വൻസിയും കുറച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ലെഫ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യുക. വീണ്ടും വാലിഡ് ആയിട്ടുള്ള ഒരു വിൻഡോ കിട്ടുമ്പോൾ ആ വാലിഡ് ആയിട്ടുള്ള വിൻഡോന്റെ ലെങ്ത് നമ്മൾ റിസൾട്ട് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ കിട്ടുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫോർമുല കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ ഒരു ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഏതാണ്? വിൻഡോ സൈസ്. ഓക്കെ, വിൻഡോ സൈസ് മൈനസ് മാക്സ് ഫ്രീക്വൻസി. ഇതാണ് വാലിഡ് വിൻഡോ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയുള്ള നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ ഇൻവാലിഡ് ആയിട്ടാണ് ഗ്രേറ്റർ ദാൻ കെ എന്ന് കൊടുത്തത്. ഇത് ലെസർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ ഇത് വാലിഡ് ആണ്, ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ ഇൻവാലിഡ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ഇതിന് ഒരു സൊല്യൂഷൻ നീക്കോന്റെ സൈറ്റിൽ കണ്ടത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, സെറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കാം. പക്ഷെ അതിന് മുന്നേ ഈ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടത്. അതായത് ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എന്നും സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എമ്മിന്റെ സൊല്യൂഷനാണ്. എൻ സ്ക്വയറിൽ നമ്മൾ എന്നിലോട്ട് എത്തി. അതിന്റെ കോഡാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ ഫ്രീക്വൻസി മാപ്പും ഇതെല്ലാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ വായിച്ച ഒരു ഐഡിയയും കൂടെ കിട്ടും. അപ്പോൾ ഇവിടെ വേറൊരു അപ്രോച്ച് ഉള്ളതെന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു ക്യാരക്ടർ സെറ്റ് എടുക്കാം. നോക്കുമ്പോഴത്തേക്ക് ടൈം കോംപ്ലക്സിറ്റി കൂടുതലാണ്. ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇത് തന്നെയാണ്. നമുക്ക് ആ സൊല്യൂഷൻ തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ ജസ്റ്റ് നമുക്ക് നേരത്തെ നമ്മൾ മാപ്പ് വെച്ച് ചെയ്തെങ്കിൽ ഇവിടെ സെറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റിൻ്റെ അകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് വീണ്ടും നമുക്ക് വിൻഡോ വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അത് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന അതേ ക്യാരക്ടർ ആണെങ്കിൽ കൗണ്ട് എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ വെക്കും. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. അങ്ങനെ വേറൊരു അപ്രോച്ചും കൂടെ ഉണ്ട് ഇവിടെ. പക്ഷെ ഐഡിയലി ഈ ഒരു അപ്രോച്ച് തന്നെ മതി. നമുക്ക് ഈ ഒരു മാപ്പ് വയ്ക്കുന്നു, നമ്മളിപ്പോൾ കണ്ട ഈ ഒരു സൊല്യൂഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് ഇൻറ്റ്യൂട്ടീവായിട്ട് എനിക്ക് തോന്നിയില്ല ഇതിൻ്റെ അപ്രോച്ച്. കാരണം നമുക്ക് ഈ ഒരു ഫോർമുല നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതിനെ ഒറ്റ പാസിൽ. അതുകൊണ്ട് ഈ ഒരു ഫോർമുലയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അങ്ങനെ അപ്പോൾ സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.